ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. വൈത്താരിയിൽ ഇന്നത്തെ ബഹുമാന്യനായ അതിഥി കഥകളി മേളകലയിലും തായമ്പകയിലും മേളത്തിലും ഒരുപോലെ കൃതഹസ്തനായ സദനം വാസുദേവൻ എന്ന പ്രസിദ്ധനായ വാദ്യകലാകാരൻ, വാദ്യ ആചാര്യൻ. ഞാൻ വാസുദേവനെ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ അറിയുന്നതാണ്. അതായത് എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ടു ചേർക്കുന്നത് മുതലുള്ള കാലം മുതൽ തന്നെ അദ്ദേഹവുമായി വളരെ സൗഹാർദ്ദപരമായ അടുപ്പമുണ്ട്. അദ്ദേഹവും സ്നേഹത്തോടു കൂടി എന്നെ അപ്പു എന്നാണ് നാട്ടിലും വീട്ടിലും വിളിക്കുന്ന പേര് അദ്ദേഹവും വിളിക്കുന്നത്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ. പക്ഷേ തൊഴിൽപരമായ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കൊട്ടിലുള്ള പ്രയോഗ സവിശേഷത എന്നത് അത് സാധകത്തിലാവട്ടെ, മറ്റ് കഥകളി, തായമ്പക, മേളം തുടങ്ങിയവയിലുള്ള ആധികാരികതയിലാവട്ടെ വളരെ പാണ്ഡിത്യമുള്ള, പ്രയോഗിക്കാൻ അതിലേറെ ശേഷിയും കരുത്തും ഉള്ള ഒരു വാദ്യകലാകാരനാണ് സദനം വാസുവേട്ടൻ. ഗാന്ധി സേവാ സദനത്തിൽ പഠനം പൂർത്തിയാക്കി അവിടെ തന്നെ അധ്യാപകനായി, അവിടെ നിന്ന് തന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന ഇന്ന് സംഗീത അക്കാദമിയുടെ ചെയർമാനായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെ പ്രഥമ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് പഠിപ്പിക്കൽ ആരംഭിച്ച സദനം വാസുവേട്ടൻ കഥകളി ലോകത്തെ എല്ലാ വാദ്യകലാകാരന്മാർക്കും മാർഗദർശിയാണ്. ഗാന്ധി സേവാ സദനത്തിൽ നിരവധി കാലം ജോലി ചെയ്തു. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്തു. തിരുവിതാംകൂറിലുള്ള ഒട്ടനവധി കഥകളി അരങ്ങുകളിൽ സദനം വാസുവേട്ടനും സദനം ശ്രീധരേട്ടനും പ്രയോഗിച്ച മേളപ്പദത്തിൻ്റെ ആ അരങ്ങുകൾ അക്കാലത്ത് കണ്ട ഒരു ആസ്വാദകനും മനസ്സിൽ നിന്ന് മറക്കാൻ സാധ്യതയില്ല. അത്രയ്ക്കധികം മേളപ്പദത്തിൻ്റെ പ്രയോഗ സാധ്യതകൾ തെക്കൻ ഭാഗത്ത് പ്രത്യേകമായി പറയട്ടെ ചെയ്ത മറ്റൊരു കലാകാരൻ ഉണ്ടോ എന്നത് സംശയമാണ്. നല്ല ഒരു മനസ്സിൻ്റെ ഉടമ, മുൻകാല വാദ്യ കലാകാരന്മാരെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയും അവരുടെ പ്രയോഗങ്ങളുടെ സവിശേഷതകൾ അറിയുകയും അവരുടെ എല്ലാ പേരുകളും അവരുടെ സംസ്കാരവും വാദ്യ പാരമ്പര്യവും അറിയുകയും ചെയ്യുന്ന വ്യക്തിയാണ് സദനം വാസുവേട്ടൻ. ഒട്ടേറെ അദ്ദേഹത്തിന് പറയാനുണ്ട്. ചന്ദ്രപ്പൻ്റെ ആശാൻ്റെ ഇഷ്ടപ്പെട്ട ശിഷ്യനാണ് സദനം വാസുവേട്ടൻ. എങ്ങനെയും ഞാൻ അദ്ദേഹത്തെ എൻ്റെ വായ്ത്താരിയിൽ എന്ന ഈ സംസാരത്തിലേക്ക് കിട്ടിയതിൽ ഞാൻ ഏറ്റവും അദ്ദേഹത്തോട് ഉള്ള വിനയം, സ്നേഹം, ആദരം എന്നിവയെല്ലാം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ഇതിൽ ലഭിച്ചതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഗാന്ധി സേവാ സദനത്തിലെ സെക്രട്ടറി ഡോക്ടർ സദനം ഹരികുമാർ എന്ന ബഹുമുഖ പ്രതിഭയാണ്. ഈ സദനം ഹരികുമാറും ഒരുപക്ഷെ ഞാൻ സദനത്തിലുണ്ടായിരുന്ന കാലത്ത് വളരെ അദ്ദേഹം ചൊല്ലുകാടുകയും ഞാൻ കൊട്ടുകയും, അദ്ദേഹം ചൊല്ലുകാടുകയും ഞാൻ പാടുകയും, അദ്ദേഹം പാടുകയും ഞാൻ കൂടെ പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു കാലം ഉണ്ട്. അതൊക്കെ
അദ്ദേഹത്തിൻ്റെ കഴിവുകളിനനുസരിച്ച് നോക്കുമ്പോൾ എൻ്റെ കഴിവ് വളരെ ശുഷ്കമാണ് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിന് പാടാനറിയാം. കഥകളി സംഗീതം പോലെ തന്നെ അതിലേറെ ഒരു പക്ഷേ കർണാടക സംഗീതത്തിൻ്റെ ആലാപനത്തിൽ ധാരാളം വൈദഗ്ധ്യമുള്ളയാളാണ്. അതിൻ്റെ രചനകളിൽ ധാരാളം വൈദഗ്ധ്യമുള്ള ആളാണ്. എഴുതി അത് ചിട്ടപ്പെടുത്തി പാടി അവതരിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നിരവധി ആട്ടക്കഥകൾ പുതിയതായി എഴുതി സംഗീതം കൊടുത്ത് അത് ചൊല്ലിയാടി കഥകളി അരങ്ങുകളിൽ അവതരിപ്പിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിരവധി ശില്പങ്ങൾ, പഴയ ആചാര്യന്മാരുടെ ശില്പങ്ങൾ രൂപപ്പെടുത്തി അത് വളരെ വിദഗ്ധമായി അത് ഗാന്ധി സേവാസദനത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചത് നമ്മൾ ഈ ഫേസ്ബുക്കിലൂടെ നിരവധി ആളുകൾ കണ്ടതാണ്. അങ്ങനെ നിരവധി കഴിവുകളുള്ള വ്യക്തിയാണ്. നല്ലൊരു അധ്യാപകനാണ്. ഏറ്റവും നല്ല അധ്യാപകനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോൾ ഗാന്ധി സേവാസദനത്തിലെ സെക്രട്ടറി സ്ഥാനം നിർവഹിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ ഒരു കഥകളിയുടെ വ്യത്യസ്തമായ ചിട്ടകൾ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനമായി അദ്ദേഹം അതിൻ്റെ കാര്യദർശിത്വം വഹിക്കുന്നുണ്ട്. കുമാരൻ നായരാശാൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ താളവും നടകളും ചുവടുകളും അദ്ദേഹത്തിന് കളിപ്പാവകൾ പോലെ വളരെ ലഘുവാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കഴിവുകളും. എങ്ങനെയും ഈ ഹരികുമാറിനെ, സദനം വാസുവേട്ടനെ അറിയുന്ന ഈ ഹരികുമാറിനെ, സദനത്തിലെ വാദ്യപാരമ്പര്യവും കഥകളി പാരമ്പര്യവും അറിയുന്ന ഹരികുമാറിനെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. എങ്ങനെയും ഈ രണ്ട് ബഹുമുഖ പ്രതിഭകളെ ഞാൻ വായ്ത്താരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് കേൾക്കുന്നതിന് ഓരോ സഹൃദയനെയും പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. താളവാദ്യങ്ങളെക്കുറിച്ചും കഥകളി മേളത്തെക്കുറിച്ചും പൊതുവെ മേളത്തെ പൊതുവായും ഡോക്യുമെൻ്റ് ചെയ്യുന്ന, രേഖപ്പെടുത്തുന്ന വായ്ത്താരി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മേള വിഭാഗത്തിൽ അല്ലെങ്കിൽ കഥകളിക്കൊട്ടിൻ്റെയും പൊതുവെ ചെണ്ടകൊട്ടിൻ്റെ മുഴുവൻ തന്നെ എന്ന് പറയാം ആചാര്യനായിട്ടുള്ള ശ്രീ സദനം വാസുവേട്ടൻ അല്ലെങ്കിൽ സദനം വാസു ആശാനെക്കുറിച്ചും സദനം വാസു ആശാൻ്റെ സദനം വാസു ആശാനുമായുള്ള ഒരു അഭിമുഖമാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത്. കഥകളി മേളത്തെക്കുറിച്ചും മേളത്തെ പൊതുവായും അദ്ദേഹത്തിന് ഉള്ള അഭിപ്രായങ്ങളെ ശേഖരിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇത് ചെയ്യുന്നത് ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണനാണ്. നമുക്ക് വാസുവേട്ടൻ്റെ അടുത്തേക്ക് പോകാം. വാസുവേട്ടൻ നമസ്കാരം. നമസ്കാരം. അതെ, വാസുവേട്ടൻ്റെ ജീവനും ജീവിതവും പ്രാണനുമൊക്കെ ചെണ്ടയാണ്. ആ ചെണ്ടകൊട്ടിലേക്ക് വരുവാനും അല്ലെങ്കിൽ ചെണ്ടകൊട്ട് ജീവിതമായി എടുക്കുവാനും ഉണ്ടായ സാഹചര്യങ്ങളും അന്നുണ്ടായിരുന്ന ആ പ്രതിബദ്ധതകളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ചെറിയ കുട്ടിയാകുമ്പോൾ വളരെ നേരത്തെ ഉറങ്ങും. അതിപ്പോൾ ആരും, പക്ഷേ ഒന്നാം ക്ലാസ്സിൽ ചേർന്നിരിക്കണം ഞാൻ. അപ്പോൾ 50-52 ഇടയിലൊക്കെയാണ് അമ്പലത്തിലെ പൊതുവാൾ അത്താഴപൂജ കഴിഞ്ഞ് വീട്ടിൽ വരും. അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിക്കാനാണ്. അച്ഛനാണ് പഠിപ്പിക്കണത്. അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത്താഴപൂജ കഴിഞ്ഞ് പ്രസാദം 2 നെയ്യപ്പം ഉണ്ട്. ഒരു നെയ്യപ്പം അദ്ദേഹം അച്ഛന് കൊടുക്കും. അതെനിക്ക് തരാനും കൂടിയാണ്. ഞാൻ അപ്പോഴേക്ക് ഉറങ്ങിയിട്ടുണ്ടാവും, ഞാനത് അറിയണില്ല. പിറ്റേ ദിവസം രാവിലെ അമ്മ അതിൻ്റെ ഒരു പൊട്ട് തരും. അപ്പോൾ ഇത് ഇപ്പോൾ ആരെ നെയ്യപ്പം ഇങ്ങനെ കൊണ്ടു തരണ ആളെ ഒന്ന് കാണണമല്ലോ എന്നുള്ള ഇതിൽ ഞാൻ ഉറങ്ങാതെ ഇരുന്നു. ഒരു ദിവസം അങ്ങനെ ഈ ആളെ കണ്ടു. അപ്പോൾ ഒരു പൊട്ട് നെയ്യപ്പം അപ്പം തന്നെ കിട്ടും ചെയ്തു. അപ്പോൾ പിന്നെ അച്ഛൻ്റെ മടിയിലിരിക്കുക, അയാളെ പഠിപ്പിക്കണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. 4 ദിവസം കഴിയുമ്പോഴേക്കും
അച്ഛൻ്റെ കയ്യിൽ ചെണ്ടക്കോലൊക്കെ ഉണ്ട്. ഞാനത് വാങ്ങി, അയാൾക്കത് വരണില്ല, എനിക്കത് വന്നു. അതെന്താണെന്നറിയില്ല, ഞാനതിൽ മുഴുകിയിട്ടുണ്ടാവും ആ സമയത്ത്. അങ്ങനെ അദ്ദേഹത്തെ പഠിപ്പിക്കുമ്പോഴേക്കും എന്നെ അച്ഛനിങ്ങനെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. അച്ഛൻ കൊട്ടി കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ കൊട്ടുന്നുണ്ട്. അപ്പോൾ 2 പേർക്കും തായമ്പകം മുഴുമിച്ചു. 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ എനിക്ക് ആരോഗ്യമൊന്നുമില്ല എന്ന്. എന്തായാലും അന്നത്തെ സാമൂഹിക ഇത് പ്രകാരം ഞങ്ങൾക്ക് നായന്മാർക്ക് പുതുവളന്മാരോ അങ്ങനെയൊക്കെ മാത്രമേ അമ്പലത്തിൽ ചെണ്ട കൊട്ടാൻ പാടുള്ളൂ. അപ്പോൾ അച്ഛൻ പോയി ഈ സന്ധ്യവേലയും കാര്യങ്ങളൊക്കെ അച്ഛനാണ് പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റത്തിന് സമയത്ത് അച്ഛൻ പിന്നിൽ നിന്ന് താളം പിടിച്ചു. അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ നന്നായി. ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് ഞങ്ങളെ ഒരു ആശാരിമാരുടെ ഒരു കാവുണ്ട്, കുറച്ച് ദൂരം 2-3 നാഴിക ദൂരം. അവിടെ ഒരു ഭഗവതി മീൻകുളത്തിക്കാവ് എന്ന് പറയും. അവിടെ വെച്ചിട്ട് എൻ്റെ അരങ്ങേറ്റം മണ്ഡലം 41 മണ്ഡല അവസാനത്തിൽ എൻ്റെ അരങ്ങേറ്റം നടത്തി. ഈ അരങ്ങേറ്റം നടത്തുമ്പോൾ അച്ഛനുണ്ടായിരുന്നല്ലോ, അച്ഛൻ്റെ പേരെന്തായിരുന്നു? അച്ഛൻ്റെ പേര് ഗോപാലൻ നായർ. അദ്ദേഹം ചെണ്ട തന്നെ പ്രധാന ജോലിയായി ഉപജീവനമായി കൊണ്ടുനടന്നിരുന്ന ആളാണ്. അദ്ദേഹം മുനിസിപ്പൽ കോടതിയിലെ ഉദ്യോഗസ്ഥനാണ്. മുനിസിപ്പൽ കോടതി ശിവായി. അന്ന് അതൊക്കെ സർക്കാർ ജോലിയാണല്ലോ, അതിനൊരു മതിപ്പും. അദ്ദേഹം നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അത്യാവശ്യം ദേഹണ്ണത്തിനൊക്കെ പോവുമായിരുന്നു. എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരോടും നല്ല അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അച്ഛനിങ്ങനെ അവിടെ കുറച്ച് ആശാരിമാരും മറ്റും എല്ലാ തരത്തിലുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയും പഠിപ്പിക്കുകയായിരുന്നു. 4-5 കൊല്ലം തുടർച്ചയായിട്ട് പഠിപ്പിച്ച് ഒരു പൊതുവാൾ, അന്നത്തെ ഒരു പൊതുവാളുമാരാർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ മുഴുവൻ അതിന് പാണ്ടി പഞ്ചാരി മേളങ്ങൾ, ചെമ്പട തൊട്ടുള്ള കാര്യങ്ങൾ, ഈ പഞ്ചാരിക്കൂറ്, അറന്തക്കൂറ്, എമ്പക്കൂറ് അങ്ങനെയുള്ള അതോട് കൂടിയിട്ടുള്ള ഗംഭീര തായമ്പമാണെങ്കിൽ അങ്ങനെ അത് ചുരുക്കിയിട്ടുള്ള തായമ്പം, അങ്ങനെ 5-8 ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ശിപായി എന്നുള്ള ഒരു ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ സന്ധ്യവേലയൊക്കെ കൊട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ വെറുതെ പഠിച്ചത് കൊണ്ട് മാത്രം ആയില്ലല്ലോ. അതുപോലെ അടന്തക്കൂറ്, ചെമ്പക്കൂറ്, ഒരു തായമ്പകം മുഴുവനായ ഒരാളെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗോപാലൻ നായർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ മങ്കട കഥകളി യോഗത്തിലെ ചെണ്ടക്കാരനായിരുന്നു ഇത്രേ ഈ ഗോപാലൻ നായർ. അപ്പോൾ ഒരു തായമ്പയ്ക്ക് എന്തോ പോവാൻ അദ്ദേഹത്തിന് ദേഹസുഖമില്ലാതെ വന്നു. അപ്പോൾ ഗോപാല, നീ എൻ്റെ ചെണ്ട എടുത്ത് പോയിട്ട് കാര്യം അവിടെ നിവർത്തിക്കണം എന്നും പറഞ്ഞ് ആ ചെണ്ട എടുത്തോളാൻ പറഞ്ഞു. ചെണ്ടയും കൊണ്ടുപോയി അച്ഛൻ അത് പുലരുന്നത് വരെ നിന്ന് അതിന് ഭംഗിയായിട്ട് നിർത്തി. ഇദ്ദേഹം അപ്പോൾ തിരിച്ചു വന്ന് ആ പൈസ മുഴുവൻ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചപ്പോൾ അത് എന്തോ തുച്ഛമായതെടുത്ത് ബാക്കി മുഴുവൻ ഇത് നിനക്കിരിക്കട്ടെ, നന്നായി വരട്ടെ, അനുഗ്രഹിക്കുകയും ചെയ്തു, മരിക്കുകയും ചെയ്തു. ഇത്ര ഈശ്വര. ചേറൂർ ഗോപാലൻ നായർ, അത് മങ്കട കഥകളി യോഗം ഉണ്ടായിരുന്നല്ലോ, അതിലത്തെ ചെണ്ടക്കാരനായിരുന്നു. അപ്പോൾ കഥകളി കൊട്ടൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പോഴേക്ക് തന്നെ അങ്ങനെ. പിന്നെ അവിടെ ധാരാളം അയ്യപ്പൻ വിളക്ക് നടന്നിരുന്നൊരു കാലമാണ്. വലിയ തറവാട്ടുകാർ അവർ ഒരു ഗമയ്ക്ക്. അപ്പോൾ അതിന് ഒരുപാട് ബന്ധുക്കൾ വരും. വലിയൊരു ആഘോഷം. അന്നത്തെ ഈ മുണ്ടകം കൊയ്താൽ പിന്നെ പാടത്തേക്ക് ഇട്ട് കട്ടയൊക്കെ ഉടച്ച് പിന്നെ പാടത്ത് കൂടി ഇഷ്ടം പോലെ നടക്കാമല്ലോ. അന്നത്തെ ആ ഒരു അയ്യപ്പൻ വിളക്കം എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രദേശത്തിനാകെ ഒരു ഉണർവാണ്. ഈ അയ്യപ്പൻ വിളക്കിൻ്റെ കാലം കഴിയുമ്പോഴേക്കും മകരമാസം, തൈപ്പൂയം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള
കോവിലുകളൊക്കെ ഉണ്ട് അവിടെയും ഇവിടെയും. അതിൻ്റെ കാവടി എടുത്ത് പ്രശ്നം. അങ്ങനെ നാട്ടിലിങ്ങനെ ഓരോരോ ഇതായിട്ട് അത് തൈപ്പൂയ പഴനി തേരും കൂടി കഴിഞ്ഞാൽ ഒരു വിധം കഴിഞ്ഞു. പിന്നെ ഈ കൊടുങ്ങല്ലൂർക്ക് പോക്ക് അങ്ങനെയുള്ള അതൊന്നും ഞങ്ങളെ തിരുമാന്താകുന്ന ഭഗവതി തട്ടകത്ത് ഒന്നും നടക്കില്ല. അങ്ങനെ പതിവില്ല. അവിടുന്ന് ആരെങ്കിലും വ്രതം എടുത്തിട്ട് കൊടുങ്ങല്ലൂർ പോയിട്ട് കേട്ടുള്ളൂ. അങ്ങനെ പാടില്ല എന്ന് ഇത്ര അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അരങ്ങേറ്റം കഴിഞ്ഞു എന്നല്ലാതെ എനിക്ക് കൃത്യമായിട്ടെന്തോ ഓർമ്മയൊക്കെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പിന്നെ അച്ഛൻ പിന്നെ ഇരുന്ന് എന്നെ കുട്ടിക്കലുണ്ട്. അങ്ങനെ ഒരു പായൽ ചെണ്ടക്കോല് വെച്ചിട്ട് പുളിമുട്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞ് ആശാരിമാരായ ശിഷ്യന്മാർ ഒന്നാന്തര പുളിമുട്ട് എൻ്റെ എടുക്കുമ്പോഴേക്ക് തന്നെ എൻ്റെ കൈ ഇങ്ങനെ ആവും. പുളിയുടെ കാതൽ കറുകറുത്ത പുളിമുട്ടി ഇരുമ്പന്നെ. അതൊന്നും എനിക്കത് ഈ ചെറിയ കുട്ടിയായതുകൊണ്ട് സാധകം എളുപ്പത്തിൽ കിട്ടുമല്ലോ. എനിക്കും ശങ്കരനൊക്കെ അപ്പൂവിനൊക്കെ ഉണ്ടായിട്ടുള്ള കുട്ടിക്കാലത്തെ കുട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ആ സാധകം പിന്നെ അതിന് ഘനവും കാര്യങ്ങളൊക്കെ വയ്ക്കൽ അത് പിന്നീട് വന്നോളും. അതിന് നിഷ്കർഷമായിട്ട് പിന്നീട് ഗുരുനാഥൻ ഉണ്ടാകുമ്പോൾ വന്നോളും. എങ്ങനെയായാലും ഇത്രയും ഇങ്ങനെ കഴിഞ്ഞ് പിന്നത്തെ ഞാൻ പഠിച്ച സ്കൂളിലാണ് രണ്ടാമത്തെ ഒരു താകുമ്പോൾ എന്നെ കൊണ്ട് കൊട്ടിക്കണം. അപ്പോൾ അധ്യാപകരൊക്കെ കൂടി ഞാൻ അങ്ങനെ ചെണ്ട ഏറ്റിന്ന് ചെണ്ടയുടെ അത്ര പേരില്ല ഞാൻ ശരിക്കും. അങ്ങനെ ഒരു കല്ലൊക്കെ കുറഞ്ഞിട്ട് അടിയിൽ താങ്ങ് വയ്ക്കാമെന്ന് നോക്കി ചിലർ. അപ്പം ഞാൻ മാറിയിരുന്നു. ഭയങ്കര ദുരഭിമാനം. ഞാൻ ചെണ്ട കൊട്ടി ഏറ്റി നിന്നിട്ട് തന്നെ കൊട്ട് എന്താ വെച്ചാൽ അത് മുഴുമിച്ച് അവസാനിപ്പിച്ചു. അതുപോലെ വാസുവേട്ടനെ സംബന്ധിച്ചിടത്തോളം സദനത്തിൽ ചേരുന്നതിന് മുൻപ് തന്നെ 10ാം ക്ലാസ് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടാണ് ഇവിടെ വന്ന് ചേർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് പാസ്സായാൽ തന്നെ ഇൻ്റർമീഡിയറ്റ് എന്നൊക്കെയാണ് അന്ന് പറയുന്നത് തോന്നുന്നു. അത് പാസ്സായാൽ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനാവാനും ഒക്കെയുള്ളൊരു സാധ്യത അന്ന് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് അക്കാദമീയമായ കാര്യങ്ങളിലേക്ക് തിരിയാതെ സദനം കഥകളി അക്കാദമിയിലേക്ക് ചെണ്ടകൊട്ടിന് പഠിക്കാനായി വരിക എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു ഒരു കണക്കിന് അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെപ്പറ്റി എന്താണ്? എനിക്ക് അതിൽ ശരിക്കും പറയാനുണ്ട്. ജ്യേഷ്ഠൻ അങ്ങനെ ഹൈസ്കൂൾ കഴിഞ്ഞ് SSLC കഴിഞ്ഞാൽ ഉടനെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക. ടൈപ്പ് റൈറ്റിംഗ് ഒരു ലോവർ ഹയറോ അത് പഠിക്കുമ്പോഴേക്കും ബോംബെയിലേക്ക് പോവുക. അങ്ങനെ ബോംബെയിൽ പോയാൽ എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ് എന്തായാലും 18 വയസ്സാവാതെ ഇതിനൊന്നും നിവൃത്തിയില്ല. ഇപ്പോൾ SSLC അന്ന് കഴിയണം ഞങ്ങൾക്ക് 11 കൊല്ലം പഠിക്കണം. അപ്പോൾ 16 വയസ്സാവും. ഇനി 2 കൊല്ലം എന്താ തന്നെ ചെയ്യുക? അങ്ങനെ മറ്റവന് ടൈപ്പിസ്റ്റും ഇതൊക്കെ ആയിട്ട് പോയി. എല്ലാവരും ടൈപ്പ് റൈറ്റിങ് ഇവൻ കൊട്ടാൻ നടക്കട്ടെ. അങ്ങനെ ആക്കുമ്പോഴാണ് ആ തലേ കൊല്ലം എടത്തുപുറത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെള്ളിനേഴ് നാടുകാർ നെല്ലിയോടിൻ്റെയും കൂടി ഒരു ബാല്യവധം കണ്ടു. അപ്പോൾ അവിടെ ഒരു പൊട്ടക്കിണറൊക്കെ ഉണ്ട്. അപ്പം അത് കൂടി ഇവർ അങ്ങോട്ടും കൂടി ഓടുമ്പോൾ ഞാനവിടെ കാവൽ വെക്കും. ഇതേ വേണ്ട അങ്ങോട്ട് പോവുക. അല്ല ചെറിയ കുട്ടികൾക്കൊക്കെ പേടിയാവും ഇത് കാണുമ്പോൾ. എനിക്കത്ര പേടിയൊന്നും ഇതൊരു വേഷം. അച്ഛനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കഥകൾ ധാരാളം പറയും. തൊട്ട് ഭാഗവതത്തിലും മറ്റ് രാമായണം അച്ഛന് ബൈഹാർട്ടാണ്. അച്ഛനെ കൂട്ടിൽ കുഞ്ഞമ്മേനോ എന്ന് പറഞ്ഞിട്ടുള്ള കഥകളി നടന്ന സംസ്കൃത പണ്ഡിതതാണ്. അദ്ദേഹമാണ് അച്ഛനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓ രാമായണം 3-4 രാഗങ്ങളിൽ വായിക്കാനൊക്കെ അച്ഛനെ അതിൻ്റെ സംസ്കൃതവും അതിൻ്റെ അർത്ഥങ്ങൾ ഇതൊക്കെ സുഖമായിട്ട് അച്ഛനെ അറിയാം. അപ്പോൾ ഈ രാഗങ്ങളിലൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ സംഗീതവാസന വളരെയധികം ഇല്ലെങ്കിൽ ഒരു രാഗത്തിലൊന്നും പാടുക എന്തൊക്കെ അത് മാറി ഇന്ന മാതിരി പാടണമെന്നുള്ള ഈ ചിട്ടയുണ്ടത്ര. അത് പ്രകാരം അച്ഛൻ പാടിയിട്ടുണ്ടാവും. മനസ്സിലായി. അതിനെപ്പറ്റി അച്ഛൻ്റെ രാമായണം ഇങ്ങനെ പറയും. അച്ഛൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അതൊന്നും എനിക്കത് അത്ര പിന്നീട് ഇങ്ങനെ അച്ഛനിതൊരിക്കലും മറക്കില്ല. അപ്പോൾ ഇതെന്താ സത്യവും ധർമ്മവും രണ്ട് അതിൽ ഇട്ട് അപ്പോൾ സത്യത്തിനാണ് മുൻതൂക്കം.
അങ്ങനെ വന്നു എന്നൊക്കെ അതൊക്കെ തുഞ്ചത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അച്ഛൻ ഇങ്ങനെ ഏത് ഭാഗം വേണം അത് ബാല്യസുഗ്രീവൻ അപ്പോൾ അന്നത്തെ ഞങ്ങളെ പാഠപുസ്തകത്തിൽ മലയാളം പാഠത്തൊക്കെ ഈ ഓട്ടം തുള്ളലിൻ്റെ കുറച്ച് രാമായണത്തിൻ്റെ കുറച്ച് അതെല്ലാ കൊല്ലവും ഉണ്ടാവും. വേറെ അടുത്ത കൊല്ലത്തിൽ ഇതിൻ്റെ കുറച്ച് വേറെ ഭാഗം ഉണ്ടാവും. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ഇത് പച്ചക്കഥകളി കുലകൾക്കിടക്കിടെ മെച്ചമായ നല്ല പഴുത്ത പഴങ്ങളും അങ്ങനെ അങ്ങനെ എന്താണ്. അപ്പം ഈ നാണുനാരാശാൻ്റെയും നെല്ലിയോടിൻ്റെയും കൂടി ബാലിവധ സമയത്ത് അവർ കിണറ്റിൽ വീഴാതിരിക്കാൻ വേണ്ടി കാല് നിൽക്കാൻ എനിക്കെന്തോ അങ്ങനെ തോന്നി അവർ അത് കണ്ട്. അപ്പം നെല്ലിയോടിനെ എനിക്ക് കണ്ട് പരിചയമുണ്ട്. അമ്പലത്തിൽ തൊഴാൻ വരും. അപ്പോൾ പന്തർക്കുളത്ത് തന്ത്രി അമ്പൂരുടെ മരുവനാണ്, അദ്ദേഹത്തിന് പെങ്ങളുടെ മകനാണ് അത്രേ. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ നമ്പൂരാരുടെ ഇത് ഒരു പ്രത്യേക ഇതാണല്ലോ, അത് നമുക്ക് അത്രയും അറിയുള്ളൂ. അതെങ്ങനെയാണ് സ്വാധീനിച്ചത് കഥകളിക്കൊട്ട് പഠിക്കാനുള്ള? അപ്പോൾ എനിക്ക് കഥകളിക്കൊട്ട് പഠിക്കുക എന്നുള്ളത് അവിടെ മിലിറ്ററി ക്യാമ്പുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്, MSP ക്യാമ്പ്. അവിടെ ഒരു കഥകളി വന്നു, സദനൻ ട്രൂപ്പിൻ്റെ കഥകളി. അന്ന് അതിൽ മറ്റേ രാവണ നായരാശാൻ തേക്കുംകാട്ടിൽ രാവണ നായർ ആശാൻ്റെ ഒരു രാവണൻ ഉള്ള ഒരു കഥയായിരുന്നു, രംഭാപ്രവേശം. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വരും, ഞങ്ങളൊക്കെ അവിടെ അയലോക്കക്കാരും ഒക്കെ ഉണ്ടാവും. പായയും ഇതൊക്കെ എടുത്ത് അത് നേരത്തെ കൂട്ടി ഇവിടെ വന്ന് ഈ അതിൽ തട്ടിച്ചിട്ട് ഇല്ലൊരു ആൾ ഒന്ന് ചെണ്ട കൂട്ടണം. അവർ മൂത്തവനുടെ ഇഷ്ടനാണ് കുട്ടന്മാരെ ഇഷ്ടനാണ് ഈ മന്നാടിയാർ. ആ വലിപ്പം ആ കൊട്ടനുമുണ്ട്. അച്ഛൻ്റെ ആ സാധകം കണ്ടില്ലേ, കാലം മുറുകും തോറും അയാൾക്ക് സാധകം കൂടുക. അതങ്ങനൊരു അപാരോ. പിന്നെ ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അച്ഛാ എനിക്ക് ഇനി ടൈപ്പ് റൈറ്റിങ് ഷോർട്ട് ഹാൻഡൊന്നും പഠിക്കണ്ട, ഇന്ന് നേരെ അച്ഛൻ കൊണ്ട് ഇനിയിപ്പോൾ അതിനൊക്കെ കാശ് ചിലവാക്കാനും അച്ഛൻ നേരെ എന്നെ സാധനത്തിൽ കൊണ്ടുപോയാക്കണം, കഥകളിക്കൊട്ട് പഠിക്കണം. ബാക്കിയുള്ള മറ്റുള്ള ഇപ്പോൾ എല്ലാ ഇപ്പം അത്ര ഒരു കളംപൂജ മറ്റേ അതിന് പീഠം നിരക്കൽ അതിനുള്ള കൊട്ടും കൂടി എനിക്കറിയാം, ഒരാവശ്യമില്ലെങ്കിലും. പക്ഷേ ഇത് എനിക്ക് കഥകളിക്ക് കൊട്ട് പഠിക്കണം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണോ. അതിൽ വിളിച്ചാകുമ്പോൾ 3 മണിക്കേറ്റ് തിറങ്ങണത്തെ സാധകം, നിനക്കിങ്ങനെ സാധകം ഉണ്ടോ, കൈ കൊട്ടി ആരെങ്കിലും കേൾക്കുമോ ഇതൊക്കെ. എന്തായാലും അപേക്ഷ അയച്ചു. എന്നപ്പോൾ സാധനത്തിലേക്ക് നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് കലാമണ്ഡലത്തിലേക്കും അപേക്ഷ അയച്ചാൽ നമ്പീശൻകുട്ടി അടുത്ത് തന്നെ ഉണ്ട്. അച്ഛൻ ഉണ്ണി ഒരു എന്താ വേണ്ടത്, അപ്പോൾ അവിടെ നിന്ന് ചേർക്കണം ചബനെ കൊട്ടണം എന്ന് പറയണു. അപ്പോൾ നമ്പീശൻകുട്ടിയുടെ അയാളെ വാസുദേവൻ, ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാസുണ്ടി എന്ന് വിളിക്കാൻ, ഒരു വയസ്സിട്ട് കുറയുള്ളവന്. അതിന് മദ്ദളത്തിന് അവിടെ സാധനത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉന്നമതായി കലാമണ്ഡലത്തിലേക്ക് അപേക്ഷ അയച്ചു. എന്താ ഉണ്ണി വിവരമൊന്നുമില്ല. ഞാൻ അത് അവിടെ കൊടുത്തിട്ടുണ്ട്, കൊടുക്കേണ്ടത് ആഫീസിൽ. അവർ മറുപടി അയച്ചു. അവിടെയൊക്കെ ചെന്ന് ചോദിക്കാം. ഒരു തരം ഞാൻ എന്നാലും എന്തായാലും അന്വേഷിക്കാൻ പോകാനാരെ വലിയ ഇഷ്ടമാണ്. എന്തായാലും ഇന്നേ വരെ ഒരു ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടില്ല എനിക്ക്. സാധനത്തിലേക്ക് ചെല്ലാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് വന്നു. ഇപ്പം ഞങ്ങൾ അച്ഛന് ഏകദേശം ഒരു ചായയുള്ളൂ, ഏതാ ഒറ്റപ്പാലത്തിൽ ചെന്നിട്ട് അങ്ങോട്ട് കുറച്ച് പോയാൽ മതി. എന്തായാലും ഒറ്റപ്പാലം വരെ പോകാനോ അത് അച്ഛന് അറിയാം, ഔദ്യോഗികമായിട്ട് തന്നെ അറിയാമല്ലോ. അങ്ങനെ പോയിട്ട് സദനത്തിലെത്തി പത്തിരിപ്പാല ഇറങ്ങി. അപ്പോൾ കുറച്ച് ലക്കിടിയിൽ നിന്ന് ഒരു പൂശാലി വന്നിരുന്നു. സദനത്തിൽ അയാളുടെ മകൻ പഠിക്കുന്നുണ്ട് പറഞ്ഞു, സുബ്രഹ്മണ്യൻ.
കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ കൂടെ ബാച്ചിലർ. അപ്പോൾ അയാൾ വന്നു, പേടിക്കണ്ട, എൻ്റെ കൂടെ വന്നോളൂ. അങ്ങനെ അന്ന് നടക്കുക തന്നെ വേണം, ഒരു നാഴിക അത്രയേ ഉള്ളൂ. ഇപ്പോൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോ അത് പറയാം. അതൊന്നും പ്രശ്നമല്ല, 2 നാഴിക ദിവസേന പെരിന്തൽമണ്ണയ്ക്ക് നടന്നു തരുന്നതല്ലേ ഹൈസ്കൂളിലേക്ക്. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിനെടുക്കാൻ സഹോദരൻ രാമേന്ദ്രനുമുണ്ട്. അപ്പോൾ അദ്ദേഹം തൃക്കണ്ടിയൂർ നാരായണമാരാരാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. തൃക്കണ്ടിയൂർ നാരായണമാരാർ കോട്ടയ്ക്കൽ കുട്ടന്മാരാരെ സഹപാഠിയാണ്. ഇത്രയും കൂടെ കോട്ടയ്ക്കൽ കുട്ടന്മാരാർ ആശാൻ്റെ ഗുരുനാഥനും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഈ നാരായണമാരാരും പഠിപ്പിച്ചിട്ടുണ്ട് അത്രേ. അപ്പോൾ ഗുരുനാഥൻ്റെ മാതിരിയെ കാണാൻ പറ്റും. അങ്ങനെയാണ് രാമേന്ദ്രനെ കൊണ്ട്. രാമേന്ദ്രൻ തൃക്കണ്ടിയൂർ അമ്പലത്തിലെ അടിയന്തരത്തിൻ്റെ ചേർന്ന് വടക്കനാണെന്ന് മാത്രമേ അറിയുള്ളൂ. നല്ല സംസാരം. അപ്പോൾ പിന്നെ പ്ലാച്ചീരി മനക്കിലെ ഒരു പട്ടതിരി അല്ലേ, ഒരു പ്ലാച്ചീരി മനക്കിലെ മറ്റേ എന്താ ഉണ്ണിയേട്ടം എന്ന് വിളിക്കണില്ലേ തിരിഞ്ഞില്ലേ, മുപ്പരയാണ് കൊണ്ടുവന്നിരുന്നത്. ശരി. പിന്നെ പല്ലസന പത്മനാഭമാരാർ പൊന്നുകുട്ടമ്മനെ കൊണ്ടുവന്നിരുന്നു. മനാഴസന് അക്ഷരം ഉണ്ടാകുന്ന നിർത്തില്ല. പത്മനാഭരാജാൻ്റെ പല്ലസന കുട്ടന്മാരാർ അത് മൂപ്പരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്നും ഉണ്ടാകുന്ന നിർത്തില്ല. കുമാരേട്ടനുണ്ടായിരുന്നു. അതന്നെ ആ ഇൻ്റർവ്യൂവിന് വന്ന ദിവസം എനിക്കിപ്പോഴും കിടപ്പം 2 ദിവസം മുമ്പേ കൃഷ്ണൻകുട്ടിയേട്ടനെ കണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് എവിടെ വീട് അങ്ങാടിപ്പുറത്താണ്. ഇവിടുന്ന് അങ്ങാടിപ്പുറത്തുനിന്ന് ഇവിടെ എത്താൻ എത്ര ഉറുപ്പ്യയായി? ₹1.40. ആ 10 പൈസയും കൂടി പെരുന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് അപ്പം 1.5 ഉറുപ്പ്യ അങ്ങോട്ട് തരാം. നമുക്ക് അങ്ങാടിപ്പുറത്തേക്ക് തന്നെ പോയി കൂടെ. തല്ലി കിട്ടിയിട്ടാണ് നോലയും ചേക്ക അതാ പറയണ. അയ്യോ എന്താ ചെയ്യുക, അച്ഛൻ്റെ കൂടെ വന്നതാണ് മാത്രമേ. ആരാ എന്താണെന്ന് എനിക്കും അറിയില്ല. ഇത്ര കറുത്തിട്ട ഒരാളെ ഞാൻ അധികം കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷേ മുഖത്തേക്ക് നോക്കുമ്പോൾ അതല്ലേനും അല്ലാത്ത മൂപ്പരെ കോഴ്സിൻ്റെ അവസാനത്തെ കൊല്ലോ അങ്ങനെ എന്തോ ആണ്. പിന്നെ സ്കോളർഷിപ്പും ഒക്കെ ആയിട്ട് എന്തായാലും ഇൻ്റർവ്യൂവിന് പറഞ്ഞു. എൻ്റെ പല എത്രയോ ആൾക്കാരുണ്ട് എന്ന് എന്നെ വിളിച്ചപ്പോൾ കേളിയുടെ മുഖം തോന്നുന്നു. കേളിയുടെ മൂന്നാമത്തെ അത് ചെണ്ടക്കാർ മറ്റേ കൂട്ടണ അത് എനിക്കറിയില്ല. മദ്ദളക്കാർ കൂട്ടണ അങ്ങനെയാണ് അവിടെ കൊട്ടൽ സാധാരണ. ഞാനൊരു കുട്ടി മതി. അപ്പോൾ ഏതൊരു ചെണ്ട തന്നു. അപ്പോൾ അതിൻ്റെ മുമ്പേ ആ കച്ച അവനവൻ്റെ ഭാഗത്തിന് കച്ച കെട്ടിയിട്ട് കുട്ടിക്കൂടെ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അതൊന്നും കച്ച കെട്ടിയപ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഞാൻ കെട്ടി എൻ്റെ ഭാഗത്തിനാക്കി ഒരു കൊട്ടും ചെയ്തു. അത് ഒരു എണ്ണം പഠിപ്പിച്ച് തന്നാൽ കൊട്ടുക പറഞ്ഞു തന്നാൽ നോക്കാം. അപ്പോൾ അവിടെ വലിയൊരു ഓവൽ ഷേപ്പിലൊരു വലിയൊരു മുട്ടിയുണ്ട്. പിന്നെ ഈ പുളിമുട്ടി ഇരിക്കുന്നുണ്ട്. ഞാനവിടെ പോയിട്ട് ഇങ്ങനെ കൊണ്ടിച്ചിരുന്നു. മൂപ്പര് അവിടെ ആശാൻ്റെ ചൊല്ലി അടിക്കാൻ അതിൽ പാമ്പിൽ ഇങ്ങനെ കൈ കൊണ്ട് മുട്ടി ഇങ്ങനെ ഇട്ട് കാണിച്ചു തന്നു. അപ്പം എനിക്ക് മനസ്സിലായില്ല. ഒന്നും കൂടി കൊട്ടു കാണിച്ചു തരും. അപ്പോൾ താളത്തിൻ്റെ ഇടഞ്ഞിട്ടാണോ താളത്തിലാണോ ഒന്നും അറിയില്ലല്ലോ. ഈ രണ്ടാമത് നിർത്തി കൊട്ടി കാണിച്ചു തന്നു. അപ്പോൾ തന്നെ ആശാൻ കൊട്ടിയമാതിരി ഞാൻ കൊട്ടി എടുത്തു. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ആശാനോട് ചോദിക്കണത് എന്തായിരുന്നു എനിക്ക് അങ്ങനെ കൊട്ടി പരീക്ഷിച്ച എണ്ണം. ഇവിടെ ഇവിടെ ഒന്നുമില്ല, പാലക്കാട്ടന്മാർ മാത്രം കൊട്ടണ ഒരു എണ്ണ. കിക്കണതൊക്കെ തരാം, കിക്കണ്ണ.
അത് നിങ്ങളായിരിക്കും കേട്ടിട്ടുണ്ടേ ഉണ്ടാവില്ല. അത് വരുമോ നോക്കിയതാണ്. രണ്ടാമത്തെ പ്രാവശ്യം വന്നല്ലോ. അപ്പം അന്ന് കൂടെ വന്ന ഇൻ്റർവ്യൂവിന് വന്ന എന്താ പറയണ്ട വിദ്യാർത്ഥികൾക്കൊന്നും കിട്ടാതെയാണോ വാസുവേട്ടന് കിട്ടിയത്? പക്ഷേ രാമേന്ദ്രൻ എന്നെ എടുത്തു ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയാം സാധാരണ രാമേന്ദ്രൻ നമുക്ക് ഇനിയും കാണേണ്ടി വരുന്നു. ഭയങ്കര ലോക്യം. അത്ര മറ്റുള്ളവരെ ഇപ്പോൾ പൊന്നുകൂട്ടനെയൊക്കെ ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ടു എന്നല്ലാതെ എല്ലാവരുമായിട്ടും വർത്തമാനം പറഞ്ഞു. അന്നിപ്പോൾ SSLC പാസ്സായി എന്നുള്ള 11 കൊല്ലം പഠിച്ചു. പിന്നെ ഒരു കൊല്ലം പ്രീ യൂണിവേഴ്സിറ്റി എഴുതി. പിന്നെ കോളേജിലേക്ക് നിങ്ങൾ ഇവിടെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നു തോന്നുന്നു. ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ പ്രീ യൂണിവേഴ്സിറ്റി ആയി. ഇവിടേക്ക് അല്ല മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ PT ഭാസ്കര പണിക്കരും ബോർഡ് ഹൈസ്കൂൾ പെരിന്തൽമണ്ണ ഒക്കെ ആയിരുന്നു. അപ്പം എൻ്റെ ഇങ്ങനെ ഭാരത ഇപ്പുറത്ത് എന്താണ് അതിൻ്റെ മറ്റുള്ളതൊന്നും അറിയില്ല. എന്തായാലും അറിയിക്കാം എന്ന് മാത്രമേ പറഞ്ഞില്ല. എന്താണ് ഒന്നും. പിന്നെ ഇപ്പം അച്ഛാ അല്ലെങ്കിൽ നീ ടൈപ്പ് റൈറ്റിങ്ങിന് എന്തിനാ വക്കീൽ ദിവസം പണിക്ക് പോയിക്കോ. ഏട്ടൻ വക്കീൽ ദിവസം പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെരുത്തലാണ്ട് തന്നെ അച്ഛൻ്റെ ഒരു നോട്ടം എത്താണ്ടിരിക്കില്ല. അങ്ങനെ ഏട്ടൻ ഈ പറഞ്ഞ മാതിരി 18 വയസ്സായി. മദ്രാസ് PSC ആണല്ലോ. സർവീസ് കമ്മീഷൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. അപേക്ഷ ഒന്ന് ഏട്ടൻ്റെ ക്ലാസ്മേറ്റ് അപ്പുറത്തൊരു അടികളുണ്ട്. അവർ രണ്ടുപേരും എഴുതി. രണ്ടുപേർക്കും അഡ്വൈസ് മെമ്മോ വരില്ല, നേരെ അപ്പോയിൻമെൻ്റാണ്. ഏട്ടനൊന്ന് LD ക്ലാർക്കായിട്ട് മഞ്ചേരി രജിസ്റ്റർ ഓഫീസിൽ, മറ്റേ ആൾക്ക് വേറെ ഒരു ഓഫീസിലേക്ക്. പിന്നെ എന്ന് മുതൽക്കാണ് ക്ലാസ് തുടങ്ങിയത്? ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അത് എന്നെ എടുത്തോന്ന് അറിയില്ലല്ലോ. പിന്നെ വീട്ടിലേക്ക് ഒരു കത്താണ്. അത് എല്ലാം ഖദറിൻ്റെ വേണം. 4 ഖദറിൻ്റെ തോർത്ത്, 4 ലങ്കോട്ടി, 4 മുണ്ട്, 4 ഷർട്ട്, ഇങ്ങനെ ഇതൊക്കെ എല്ലാം ഖദറിൻ്റെ വേണം. അപ്പോൾ ഇവിടെ ഒന്നും കിട്ടില്ലടോ. ഇത് അവിടെ തന്നെ കിട്ടുന്നുണ്ടാവുള്ളൂ. നോക്കാം നമുക്ക്. ഈ ഖാദി ഭണ്ഡാർ അങ്ങനെയൊക്കെ അതില്ല. അത് നൂൽക്കണ ഒരു സ്ഥലം ഉണ്ട് അവിടെ ഇങ്ങനെ ഇതൊന്നും കിട്ടില്ല. അതൊക്കെ നോക്കണ്ട. അതൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ ഈ പിന്നെ ഇതൊക്കെ ആയിട്ട് ചെന്ന് ജൂൺ അവസാനം മറ്റേ ഒരു ദിവസമാണ് ഈ കർക്കിടക മാസത്തിലെ അഭ്യാസത്തിന് ചെല്ലാനല്ലേ. അതിൻ്റെ ഇപ്പം ജൂലൈ ആവും. ആ സമയത്ത് 4 ദിവസം മുമ്പേ ചെന്ന് നോക്കുമ്പോൾ രാമേന്ദ്രന് വന്നിരിക്കുന്നു. തന്നെ എടുത്തു. അതിപ്പോൾ രണ്ടാമത് തൃക്കണ്ടൂർ നാരായണമാരാർ നേരിട്ട് പോയി കുമാരനെ കണ്ട് ഇല്ലെങ്കിൽ വേറെ ഒരു മാർഗമില്ലാണ്ട് വടക്കേ മലബാറിൻ്റെ അവിടെ അടിയന്തരത്തിന് വന്ന് നിൽക്കുന്നതാണ്, ഒരു മാർഗമാക്കി കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് രാമേന്ദ്രനെ എടുത്തിരിക്കുന്നു. അപ്പം ഞങ്ങൾ 2 പേരും അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു സൗഹൃദം അത് പിന്നെ ഒരിക്കലും ഭംഗം വന്നിട്ടില്ല അർത്ഥം. അയാൾ അങ്ങോട്ട് ഇല്ലാണ്ടാകുന്നത് വരെ. പിന്നെ വാസുവേട്ടനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രമണ്ണാടിയരാശാൻ വളരെയധികം ശിക്ഷ കൊടുക്കുന്നൊരു ഗുരുനാഥനായിട്ടാണ് കേൾവി എന്നുണ്ടെങ്കിലും വാസുവേട്ടന് ഒരടി പോലും വാങ്ങിക്കാതെയാണ് വാസുവേട്ടൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് എന്ന് അവിടെ നിന്നൊക്കെ ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ രാമേന്ദ്രേട്ടനും ചെണ്ട പഠിക്കാനാണ് തുടങ്ങിയത് എന്നുണ്ടെങ്കിലും പിന്നെ മദ്ദളത്തിലേക്ക് അതും മണ്ണാടിയരാശാൻ്റെ ഉപദേശപ്രകാരമാണ് മാറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താ? അത് നേരളത്തെ രാപ്പുകൾ വല്ലപ്പോഴും അതിൽ പുഴ കടന്ന അപ്പുറത്ത് ദേശമംഗലം മനയും ഉണ്ട്. അപ്പോൾ അവിടെ എവിടേക്കാണെന്ന് അറിയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ യാത്ര. അത് വന്ന് എന്തോ എങ്ങനെയുണ്ട് നമ്മളെ കുട്ടി? തിരക്കടൊന്നുമില്ല. വൈകുന്നേരത്തെ കട തുറങ്ങാൻ പോകുമ്പോൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ല, പൊയ്ക്കോളും. അത്ര നന്നായാൽ മതി. ആ ഗോപാലനായർ മാനാണ്
ഭഗവതി രക്ഷിക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇത് പിന്നെ ആരോട് പറഞ്ഞ ദേഷ്യം ഇങ്ങോട്ട് വന്നിട്ട് അറാമറ ദേഷ്യം വിട്ടിട്ട് അവൻ്റെ അങ്ങോട്ട് തല്ലാനാണ് ചില അതിന് മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്നും തോന്നില്ല. ആകെ ദയനീയമായിട്ട് നിൽക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഒരു അടി കൊടുക്കാണ്ടിട്ട് വയ്യേനും അങ്ങനെയാണ് നമ്മൾ അങ്ങനെ 4 കൊല്ലം കഴിഞ്ഞ് പോയത്. 3.5 കൊല്ലം 3.25 കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. 4ാമത്തെ കൊല്ലമൊക്കെ നമ്മളേക്ക് അദ്ദേഹം കലാമണ്ഡലത്തിലേക്ക് പോയല്ലോ. ഒക്ടോബർ ജൂലൈ അവസാനം ആണ് ശങ്കരൻ ചേർന്നത്. ജൂലൈ 22 അതാണ്. ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആദ്യം കലാമണ്ഡലത്തിൽ കിട്ടി. അദ്ദേഹം പോവുകയും ചെയ്തു. 2 മാസം ശങ്കരനുണ്ടായിരുന്നു. അപ്പോൾ ശങ്കരനെ കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ബാക്കിയുള്ളത് എന്താ നീ അയാളെ വാസുദേവൻ എന്താ വിളിക്കുക, ദാസോട്ടാ, ഒരു എന്തെങ്കിലും പഠിപ്പിച്ചു തരാൻ അല്ലേ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇതൊരു പ്രാവശ്യം എന്നോട് പറയാൻ വിട്ടു. എന്നിട്ട് വാസോട്ടം പറഞ്ഞു തന്നില്ല. അടി പേടിച്ചിട്ട് വാസോട്ടം അവനെ നമുക്ക് ശരിയാക്കണമല്ലോ അസുഖം പറഞ്ഞതല്ലേ. ഇപ്പോൾ വിളിക്കട്ടെ അവനെ. അപ്പോൾ ചെല്ലിയാട്ടക്കളരിയിൽ ഞാൻ കൊട്ടിക്കൊണ്ടിരിക്കും. പറഞ്ഞു തന്നില്ല അല്ലേ. അപ്പോഴേക്ക് അവനങ്ങനെ പറക്കലുണ്ട്. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി എന്ത് പറഞ്ഞു. വാസുവേട്ടൻ സദനത്തിൽ വിദ്യാർത്ഥിയായി ചേരുന്നതിന് മുൻപ് സദനത്തിൽ നിന്ന് പോയ ഒരു പ്രഗത്ഭനായ ചെണ്ട ആചാര്യനായിരുന്നല്ലോ ദിവാകര മാരാർ. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ദിവാകര മാരാർ ഇവിടെ പഠിച്ചിരുന്നു. അപ്പോൾ രാമൻകുട്ടിയുണ്ട്, ബാലകൃഷ്ണനുണ്ട്, കൃഷ്ണൻകുട്ടിയുണ്ട്, ഇവരൊക്കെ നന്ദകുമാരുണ്ടോ ആ സമയത്ത്? ഇല്ല, നന്ദകുമാരേട്ടൻ കോഴ്സ് കഴിഞ്ഞിരിക്കണം അപ്പോഴേക്കും. അപ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ 1 കൊല്ലം സീനിയറാണ്. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻകുട്ടിയേട്ടൻ കോഴ്സ് കഴിഞ്ഞ് സ്കോളർഷിപ്പ് കിട്ടി. അപ്പോൾ ആ സ്കോളർഷിപ്പിൽ നിൽക്കുന്നതാണ് അത്. ആദ്യത്തെ കൊല്ലം അവസാനത്തെ സ്കോളർഷിപ്പ് കോഴ്സ് അവസാനം അതിനെ അപ്പോഴേക്കും. അതായത് ഞാൻ ആദ്യ സ്ഥാന വേഷങ്ങൾ കളരിയിൽ കൊട്ടിയത് മുഴുവൻ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ മെയിൻ ചൊല്ലിയാട്ടത്തിൽ. അതിനിടയ്ക്ക് ബാലകൃഷ്ണനും രാമൻകുട്ടി കൂടെ നിൽക്കും. അപ്പോൾ ക്രിമീരോധവും കാര്യങ്ങളൊക്കെ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ബാലകളിൽ അത് എല്ലാം കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ഇതിനാണ്, ചൊല്ലിയാട്ടത്തിനാണ് ഞാൻ പ്രധാനമായിട്ട് കൊട്ടിയിട്ടുള്ളത്. പിന്നെ അവിടുത്തെ അന്നത്തെ ആശാന്മാർ ആരെല്ലാമായിരുന്നു? അന്നത്തെ ആശാൻ ഇപ്പോൾ സദനം ശ്രീധരൻ എന്ന് പറഞ്ഞാൽ പാലൂർ അച്ചുനാരായിരുന്നു ബദ്ദളത്തിനെ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ചെന്ന കൊല്ലം അദ്ദേഹം കോട്ടക്കലേക്ക് പോയി, കോട്ടക്കലെ സ്റ്റാഫായിട്ട് പോയി. അപ്പോൾ ശിഷ്യൻ സദനം ശ്രീധരനെ ഇവിടെ ആശാനാക്കി. അങ്ങനെ മന്നാടിയാരാശനും സദനം ശ്രീധരനും ആണ് ചെണ്ടയ്ക്കും ബദ്ദളത്തിനും. അപ്പോൾ രാവിലത്തെ സാധകത്തിന് വരാൻ മന്നാടിയാശന് ഈ രാവിലെ ഈ കോൾഡും ഇതൊക്കെ പാടി അദ്ദേഹത്തിന് ഗ്യാസ്ട്രബിളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രീധരൻ ഒന്നാണ് പോകുമെന്ന് പറഞ്ഞു. അവർ 2 പേരും ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ സാധകത്തിന് അദ്ദേഹം വരും, ഒരു സംശയമില്ല. മദ്ദലെടുത്ത് ഞങ്ങളെ കഴിയുന്നത് വരെ സാധകം ചെയ്യും. പിന്നെ 6-6:30 ആകുമ്പോഴൊക്കെയാണ് മന്നാഴച്ചൻ കളരിയിൽ കൂടി വരിക. അപ്പോൾ അത് നല്ല കുറുന്തോട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ കാണും താളി. എന്തായാലും ഉടനെ ഇത്തിരി നേരം ഇരികടയും അതും ഇതുമൊക്കെ കൊട്ടിച്ച് മതി നിർത്തിക്കോളെന്ന് പറയും. അപ്പോഴേക്ക് നേരം കുറേ ആയിട്ടുണ്ടാവും. അങ്ങനെ ഈ ദിവാകരമാരാർ അവിടെ പഠിച്ചിരുന്നു എന്നുള്ള കേട്ടുകേൾവി അന്ന് കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അയാൾ തെക്കോട്ട് പോയി അദ്ദേഹം നന്നായി. പിന്നീട് ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഈ ദിവാകരമാരാർ വന്നിട്ട് തായമ്പ വിസ്തരിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. അത് വിസ്തരിച്ച് പഠിച്ചിട്ട് കയപ്പേല അമ്പലത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അരങ്ങേറ്റം കൂടി ഉണ്ടായി. അതിനൊക്കെ ഞാൻ സാക്ഷി. ഇദ്ദേഹത്തിനെ തായമ്പം പഠിപ്പിക്കുമ്പോൾ ഞാൻ താളം പിടിക്കാണ്ടായിരുന്നു. അങ്ങനെ ആശാൻ ഇങ്ങനെ തായമ്പം വിസ്തരിച്ച് പഠിപ്പിക്കുന്നുള്ളത് എനിക്കറിയില്ല.
അത് ഞാൻ കഥകളിക്കൊട്ടുകാരൻ. അപ്പോൾ അദ്ദേഹം മൂത്താനമ്പൂരുടെ ഇത്തിരി പഠിച്ചിട്ടുണ്ട്. ബാക്കി കോട്ടക്കൽ കുട്ടന്മാരാരുടെ ശിഷ്യനാണ്. വല്ലച്ചന കുട്ടന്മാരാർ അദ്ദേഹമാണ് ആദ്യം പഠിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം അച്ഛൻ കൃഷ്ണമന്നാടിയാർ കുറേ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് കൂടി അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ ഈ മലമക്കാവ് കേശപ്പുതള്ളയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ള കൊട്ടിൻ്റെ സമ്പ്രദായം. തനി പാലക്കാടനല്ല. എല്ലാം രണ്ടും ഒരേമാതിരി കയ്യിൽ വരും ചെയ്യും. അത് പറഞ്ഞു കൊടുക്കാനും അറിയാം. അപ്പോൾ അന്നത്തെ സദനൻ രാമൻകുട്ടി, ബാലകൃഷ്ണൻ, ഒരു മുകുന്ദൻ ഉണ്ടായിരുന്നില്ലേ? മുകുന്ദൻ ഉണ്ടായിരുന്നു. മുകുന്ദൻ ശ്രീവേഷവും പുരുഷവേഷം രണ്ടും. മുകുന്ദൻ ഇപ്പോൾ തൃശ്ശനാപ്പള്ളിയിലാണ് കേൾക്കുന്നത്. അദ്ദേഹം മറ്റേ ഒരു പിന്നെ ഈ പൂശാലിയുടെ മകൻ എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യൻ വേഷത്തിനുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തൊക്കെ മാറ്റി പോവുക എന്തൊക്കെ ഉണ്ടായി. പിന്നെ ഒരു ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ചെർപ്പളശ്ശേരി പന്നിയംകുറിച്ചിക്കാരനാണ്. അയാൾ കുമാരനാശാനെ ചവിട്ടി ഒഴിച്ചില്ല, എന്തോ ഒരു ചെറിയ ഇത് ഒരു യന്ത്രം എന്തോ വന്ന് പിന്നെ ചുട്ടിക്കാരനായി. പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ കേട്ടിട്ടുണ്ട്. ചന്ദ്രശേഖരനെ എനിക്കറിയാം. അങ്ങനെ അപ്പോൾ വാസുവേട്ടൻ അവിടെ സദനത്തിൽ കഥകളി അക്കാഡമിയുടെ ചുമതല ഏൽക്കുന്നതിന് സമാന്തരമായിട്ട് തന്നെ അവിടെ ബേസിക് ട്രെയിനിങ് സ്കൂളിൽ അല്ല മറ്റേ പോസ്റ്റ് ബേസിക് സ്കൂളിലൊരു കഥകളി വിങ് വെള്ളിനേഴി സ്കൂളിലൊക്കെ ഉള്ളതുപോലെ തുടങ്ങും. അത് എനിക്ക് മുമ്പേ തുടങ്ങിയിരുന്നു. അതെ, പോസ്റ്റ് ബേസിക്കിൽ കഥകളി വേഷം ചുട്ടി ഇതൊരു പെർമനൻ്റ് പോസ്റ്റായിട്ട് ഫുൾ ടൈം ആയിട്ട് അത് KG വാസുദാശൻ, കുമാരനാരായണൻ അതിന് അത്ര ഇത്. അപ്പോൾ കുമാരനാരായണനെയാണ് ആദ്യം അപ്പോയിന്റ് ചെയ്തത്. പിന്നെ അദ്ദേഹം വയ്യാന്ന് പറഞ്ഞിട്ട് അത് KG വാസുദാശൻ പുരുഷവേഷവും സ്ത്രീവേഷവും വാസുവിനെ വേണം എന്ന് പറഞ്ഞാൽ അതിന് ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. വേറെ കലാമണ്ഡലം കുട്ടനാശാനും മറ്റവരും മറിച്ചവരൊക്കെ വന്ന് അത് എന്തായാലും 2 വേഷവും 2 തരത്തിൽ കെട്ടി വിജയിപ്പിച്ച് അതിനാണ് KG വാസുദാശനെ അടുപ്പിച്ചു. പിന്നെ വാസു പോയാൽ മതി പോസ്റ്റ് ബേസിക്കലിക്ക് ദിവസേന കെട്ടിയിരുന്ന് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയായാലും ഇദ്ദേഹം അങ്ങനെയൊക്കെയാണ് അതങ്ങോട്ട് പോസ്റ്റ് ബേസിക്കൽ. അപ്പോൾ മന്നാഴ്ചനും അങ്ങനെ പോയി. പിന്നെ കലാമണ്ഡലത്തിൽ ഇപ്പോൾ അദ്ദേഹം പോയതിന് ശേഷം എന്നാൽ കുമാരേട്ടൻ പറഞ്ഞു, നാളെ മുതൽക്ക് വാസു ഒന്ന് ഒപ്പിട്ടോളൂ, അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ ഓഫീസിൽ നിന്ന് അയക്കാം. മേനോൻ പറഞ്ഞു അതാണ് അയക്കണം. വാസു എന്ന് ഒപ്പിട്ടോളൂ, ഗുരുജിയോട് പറയും. അത്രയേ ഉള്ളൂ. അന്ന് അങ്ങനെ ഒരു ഇതാണ്. പിന്നെ മദ്ദളത്തിന് ശ്രീധരേട്ടനായിരുന്നു. അതെ. പിന്നെ പാട്ടിനൊരു ഉണ്ണികൃഷ്ണ വാര്യരുണ്ടായിരുന്നല്ലോ. ഉണ്ണികൃഷ്ണ വാര്യർ കോട്ടയ്ക്കിൽ നിന്ന് പഠിച്ചാണ് അദ്ദേഹം. കോട്ടയ്ക്കിൽ നിന്ന് അദ്ദേഹം വേഷം പഠിച്ച 13 കൊല്ലമൊക്കെ അഭ്യാസം കഴിഞ്ഞ് പിന്നെ ആ വേഷം അത്ര സുഖമില്ല എന്ന് എല്ലാവരും പറയും. അങ്ങനെ പാട്ടുകാരനായി. ഒരു ഷാരോടി ഉണ്ടായിരുന്നു കോട്ടയ്ക്കിൽ, അദ്ദേഹത്തിൻ്റെ പാട്ടുകാരൻ. സംഗീതം ഇല്ലാത്ത കഥകളി പാട്ട് എന്ന് ഒക്കെ കേട്ടില്ല, കുറ്റം പറയാമെന്ന്. ആ കളരിയിലുള്ള അതിനുള്ള അക്ഷരം പറയും. സ്ഥല താളമാണ്, ഒന്നാമതായിട്ട് താളം പിടിക്കുകയും ചെയ്യും. അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ ചേർന്ന കൊല്ലം അയ്യോ ഇതൊന്നും പറയാൻ മറന്നു. ഞാൻ ചേർന്ന കൊല്ലം സാക്ഷാൽ ഉണ്ണീകൃഷ്ണക്കുറുപ്പുണ്ട്. ഉണ്ണീകൃഷ്ണക്കുറുപ്പാണ് എൻ്റെ അരങ്ങേറ്റത്തിനും പാടിയത്. അത് കഴിഞ്ഞ് എന്തോ കാരണം കൊണ്ട് 2ാമത്തെ കൊല്ലം കുറച്ച് മതിയല്ലോ. 4 ദിവസം പല്ലശന കളി. അപ്പോൾ 5ാമത്തെ ദിവസം അവിടെ വേറൊരു കളി ക്ലബിൻ്റെ സദനം ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നാളെ ഞാൻ ജീവനുണ്ടെങ്കിൽ ഇടത്തുപുറത്ത്, അങ്ങാടിപ്പുറത്ത് ഇടത്തുപുറത്ത് അമ്പലത്തിലെത്തണം. അതെൻ്റെ ഒരു പതിവാണ്. അച്ഛൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വീണ ഉദ്യാനം കൂടി ആയിരുന്നല്ലോ, രാമക്കുറുപ്പ്. അപ്പോൾ അദ്ദേഹം എൻ്റെ തൊട്ടടുത്തുള്ള അടികളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ വീണയും വായ്പാട്ടും ഒക്കെ പഠിപ്പിച്ചിരുന്നത്.
അപ്പോൾ ഈ കുറുപ്പാശാൻ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ ഇതൊക്കെ വലിയ വലിയ 56 അക്ഷരകാലൊക്കെയുള്ള നാലുകള ചൗക്കം കീർത്തനങ്ങളൊക്കെ ഈസിയായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നതിന് ഇത്ര എൻ്റെ ഗൗരവം എന്ന് പറഞ്ഞിട്ടല്ല. അപ്പം പിന്നെ അങ്ങാടിപ്പുറമായിട്ട് കുറുപ്പാശാനുള്ള ആ ഒരു ഇത് ഞാൻ ചുരുക്കം സാധനത്തു നിന്ന് അങ്ങനെ പോന്നു. പിന്നെ എങ്ങനെയൊക്കെ അഹമ്മദാബാദ് പോയി പറഞ്ഞു കേട്ടോ. ശാന്തിനികേതനിലുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ശാന്തിനികേതനിൽ വന്ന് ഫുള്ളായിട്ട് വലിയ കുർത്തയൊക്കെ ഇട്ട് മുടിയാകെ ഇങ്ങനെയൊക്കെ ആക്കി അല്ല ഇതായിട്ട് ഒന്ന് അദ്ദേഹം എൻ്റെ അരങ്ങേറ്റത്തിന് പാടിയെന്നല്ല, ഒരു ചരണം കുറയ്ക്കും ചെയ്തു. അയ്യോ ആ ഗോപാലനായർ ആ കുട്ടി അവൻ കൊട്ടിക്കോളും, പറഞ്ഞു എനിക്ക് കൊട്ടാണ്ട് പറ്റില്ലല്ലോ. അപ്പം ഇന്ന ചരണം ഇന്നത് വിരതബഹു പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ അതൊന്നും എനിക്ക് അറിയില്ല. എന്നോട് അവിടെ ഇഹാവില്ലാസ എന്നോട് പറഞ്ഞാൽ അഡ്ഡ് കുട്ടിക്കോ ഇത്രയേ പറഞ്ഞു തന്നിട്ടുള്ളൂ. 2-3 ദിവസം കൊണ്ട് മേളപ്പദം ഇതിൻ്റെ ഈ ഇരട്ടിയോട്ട് 4 ഇരട്ടി ചെയ്തിട്ട് MP കൊട്ടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പിന്നെ എനിക്ക് വേറെ ഇതിൻ്റെ ഈ എന്തായാലും പറയുക അടുത്ത വേറൊരു ഇത് എന്തായാലും പറയുക ചരണോ അല്ല വേറെ ഇതല്ലെങ്കിൽ വേറൊന്നും അങ്ങനെയില്ല. ഇത് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് കാലം മുറുകി മൂന്നാമത്തെ എണ്ണാന്ന് കരുതി ഞാൻ ചലമലയാന്ന് അദ്ദേഹം പാടുന്നത്. അപ്പോൾ അത് 4ാമത്തെ എണ്ണാന്ന് ഞാൻ 3ാമത്തെ എണ്ണം ആ കാലത്തിൽ കൊട്ടി. അയ്യോ ആ കൊട്ടി അതോട്ട് അവൻ കൊട്ടിക്കൊള്ളുന്നു. അതായത് വിതത ബഹുവിൻ്റെ എണ്ണം ചലമലയിൽ അതെ വിദ്യാർത്ഥിയായിട്ട് ചേരുന്ന കാലത്ത് സദനം കഥകളി അക്കാഡമി എന്നുള്ളതിന് പുറമേ ഗാന്ധി സേവാ സദനത്തിൽ ഹാൻഡ് മെയ്ഡ് പേപ്പർ സെൻറ്റർ, അതുപോലെ ഹാൻഡ് മെയ്ഡ് സോപ്പ്, അതിന് ഞങ്ങൾ ഖാദി എന്നാണ് പറഞ്ഞിരുന്നത്. ഖാദി മൈതാനം വലിയൊരു മൈതാനം തന്നെയാണ്. പുല്ലൊക്കെ അതെ വെച്ച് നല്ല ചവിട്ടി നടക്കാനൊക്കെ നല്ല സുഖം. അവിടെയാണ് സദനത്തിൻ്റെ ഓഫീസ്. അതെ അത് കാര്യാലയം എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. അതിന് സെക്രട്ടറി എന്നുള്ളതിന് കാര്യദർശി കുമാരേട്ടന് കാര്യദർശിയാണ്. അപ്പോൾ അന്ന് കുമാരേട്ടന് താടിയൊന്നുമില്ല, വളരെ ചെറുപ്പം, വളരെ എനർജറ്റിക്കാണ്. നടക്കുമ്പോൾ സ്പീഡിലല്ലാതെ നടക്കില്ല. ഞങ്ങൾ കുട്ടികൾക്കാണ് ശരി ഓടിയിട്ട് കൂടെ നടക്കാൻ പറ്റും. അല്ലാത്തൊരു എനർജി, ഫുൾ ഓഫ് എനർജി, അങ്ങനെ ഒരു മനുഷ്യൻ. വല്ലാത്തൊരു അപൂർവ നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം. ആ എനർജി അത് അവിടെ കൂടിയിട്ടുള്ള മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒരു പല്ലിങ്ങനെ പോയിട്ട് ജയില് ചാടിയത്, വിപ്ലവകാരി, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മഹാത്മാഗാന്ധിയുടെ ഉപദേശം കിട്ടി. അങ്ങനെയുണ്ട് ഗ്രാമങ്ങളിലേക്ക് ഉള്ള അങ്ങനെ വി രാമേന്ദ്രൻ ഇവിടെ മധുരയിൽ ഗാന്ധി ഗ്രാമം, ദിണ്ടിക്കലിൽ നിന്ന് വേറൊരു മല വരെയുള്ള ഇത് മുഴുവൻ അദ്ദേഹത്തിന് കേളപ്പജിക്ക് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ കൊടുത്തു. കുമാരന് തിരിച്ചുണ്ടാവുക അവിടെ സേവാസദനം, ഗാന്ധി സേവാസദനം. അങ്ങനെ കൊടുത്ത് എല്ലാ വീട്ടുകാരോടും 8 അണ 4 അണ 1 റുപ്യ 2 റുപ്യ അങ്ങനെ പിരിച്ചിട്ടാണ് ഒരു ഗുരുകുലം. അതെ, ഗുരുകുലം എന്നായിരുന്നു ആദ്യത്തെ പേര്. ഗാന്ധി സേവാസദനമൊന്നുമല്ല, അല്ലെങ്കിൽ സദനം ഗാന്ധി സേവാസദനം ഗുരുകുലം അങ്ങനെ ഇവിടെ ആയിട്ടുണ്ടോ തോന്നുന്നു. അപ്പോൾ ഈ പേപ്പർ മേക്കിങ്ങും അതുപോലെ ഡയറി ഫാം ഒക്കെ ഉണ്ടായിരുന്നില്ലേ? പേപ്പർ മേക്കിംഗ്, കൈക്കുത്തരി, അവിടെ ഹാൻഡ് പൗണ്ടിങ്, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, നല്ല 1-ാം തരം അരി. പിന്നെ ഖാദി വസ്ത്രങ്ങൾ, നെയ്ത്ത് ഉണ്ടായിരുന്നു. നെയ്ത്ത്, പിന്നെ
ഹാൻഡ് മെയ്ഡ് പേപ്പർ, ഒരു പേപ്പർ സെക്ഷനിൽ അതിലൊക്കെ ആളുണ്ട്. സോപ്പ് ഉണ്ടായിരുന്നു. ഓ, സോപ്പ് ഉണ്ടായിരുന്നു. അല്ല, സോപ്പിനെ പറ്റി എനിക്ക് ഒരു കഥയും പറയാനുണ്ട്. അവിടുന്ന് സോപ്പ് ഞങ്ങൾക്ക് കടം കിട്ടും. അത് എത്ര ഉറുപ്പ്യക്ക് കിട്ടും എന്ന് പറയണം. കൃഷ്ണൻകുട്ടിയേട്ടനൊക്കെ പറയണം 25 ഉറുപ്പ്യ സ്റ്റൈപ്പൻഡിൽ 17-18 ഉറുപ്പ്യ കഴിച്ച് ബാക്കി കാശായിട്ട് കൈ കൊടുത്തേരും അത്രേ. ഞങ്ങൾക്ക് 25 ഉറുപ്പ്യ സ്റ്റൈപ്പൻഡാണ് എന്നുള്ളൊരു സങ്കല്പം എന്നല്ലോ, അങ്ങോട്ട് കൊടുക്കണ്ട. എന്തായാലും ഈ ഖാദി മൈതാനം അവിടെ ഒരു സൈഡിൽ ഈ കുംഭകാരന്മാർ അവർ മൺപാത്ര നിർമ്മാണം, അതിൽ അത് മുഴുവൻ നമുക്ക് നോക്കി നിൽക്കാം ഒഴിവുള്ള സമയത്ത്. പിന്നെ വാർഷിക TTC 2 ഉണ്ടായിരുന്നു. അതെ, 1-ാം കൊല്ലം 2-ാം കൊല്ലം 2 കൊല്ലത്തെ TTCക്ക് 120 സ്റ്റുഡൻസ് സെറ്റ് ഉണ്ടായിരുന്നു. 2 ബാച്ചാണ്, എത്ര ബാച്ചാണ് എനിക്കറിയില്ല. അവർ കുമാരേട്ടൻ്റെ മെയിൻ വീട്ടിലാണ് സ്ത്രീകൾ താമസിച്ചിരുന്നത്. കുമാരേട്ടൻ അതിന് താഴെ ചെറിയൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ ചെറിയൊരു കുളവും, ആ കുളത്തിൽ ഞാൻ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഖാദി ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് അവിടുത്തെ സ്റ്റേഷനറിക്ക് എല്ലാം ഉപയോഗിച്ചിരുന്നത്. കുമാരേട്ടൻ്റെ ഒപ്പ് കാണുമ്പോഴേക്കും അത് കീറും. ഈ ഞാനിവിടുന്ന് ഈ സോപ്പ് ലൈഫ് ബോയ് സോപ്പ് മാതിരി ഇരിക്കും. എന്നിട്ട് ഇപ്പോൾ വീട്ടിലാണെന്ന് വെച്ചാൽ അമ്മ അത് കഷ്ണം മുറിച്ചൊരു കഷ്ണം തരും, അതിൽ ഒരു ഇലയിൽ പോന്നിട്ട്, അല്ലെങ്കിൽ സോപ്പും പെട്ടൊരു അടപ്പ് തരും, രണ്ടും കൂടി തരില്ല, ഏതെങ്കിലും ഒന്ന്. ഇവിടെ പാറക്കടവിൽ കുളിക്കാൻ പോയപ്പോൾ ഞാനെല്ലാം വലിയ ഗമയിൽ ഈ സോപ്പ് വെള്ളത്തിലേക്ക് ഇട്ടു. അത് പൊങ്ങി കിടക്കണോ? കൂട്ടുകാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. ശരി. സാധനത്തിൽ സോപ്പ് പൊങ്ങി കിടക്കും. ശരി. അത് വലിയൊരു അത്ഭുതം. എങ്ങനെയായിരുന്നു അതൊന്നും എനിക്കറിയില്ല. ഓയിൽ കണ്ടന്റ് അധികം ഉള്ളതുകൊണ്ടാവും ചിലപ്പോൾ, എണ്ണയുടെ അംശം കൂടുതൽ അതായിരിക്കണം. എന്നിട്ട് ഞാൻ വലിയ ഹീറോ ഒക്കെ ആയി, എനിക്കതിന് പറ്റും ചെയ്തു. പിറ്റത്തെ ദിവസം ലൈഫ് ബോയ് സോപ്പ് ഒരു കഷ്ണം എടുത്തിട്ട് ഇത് 2 ഒരേ അമ്മ തന്നതാണ്. എൻ്റെ കൂട്ടുകാരോടുത്ത് ഇട്ടുക്കൽ ഒറ്റ ഏറെ വെള്ളത്തിലേക്ക് അതിന് പണി. പിന്നെ അവൾ ഈ പാറയുടെ ഇടയിൽ കൂടി മുങ്ങി തപ്പിയാൽ തന്നെ അപ്പോഴേക്കും അത് പകുതി ചെയ്ത് പോയിട്ടുണ്ടാവും. അന്നത് അങ്ങനെ പോയി. ആ ഒരു പുൽപ്പായ നെയ്ത്തുണ്ടായിരുന്നു, അത് വലിയ അത്ഭുതമായി. ഇന്നെല്ലാം കരകൗശല എന്തിനാ ആർട്ടിസാന്നല്ല, ആ കരകൗശലം ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ഡബ്ബ, അതിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് നിവർത്തി ഇത്രയും ഇത്ര വലിയ പുൽപ്പായ അങ്ങോട്ട് നിവർത്തി വന്ന് മടക്കമായിട്ട് നിവർത്തി വന്നപ്പോൾ ഇത്രയും പോകുന്ന സാധനം അത് ഒതുക്കി ഒരളുക്കിൻ്റെ ഉള്ളിൽ, ഓടക്കുഴലിൻ്റെ ഉള്ളിലൊക്കെ പുൽപ്പായ ഇട്ടിട്ടാണ് നെഹ്റുവിന് സമ്മാനം കൊടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. ഞാൻ ഈ സാധനം കണ്ടതാണ് അന്ന്. ആരാ എന്താണെന്ന് കൂടെ ഇപ്പോൾ അന്ന് നമുക്കൊന്നും അധികം സമയം കിട്ടില്ലല്ലോ, ഒഴിവുള്ള സമയത്ത്. പിന്നെ ഇപ്പോൾ ഓണക്കാലം വരെ വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് ആശാൻ കർശനമായിട്ട് പറയും. സാധകം ഒരു നേരം മുടക്കിയിട്ടുണ്ടെങ്കിൽ എത്ര കൂടും, പിന്നെ കൊട്ട് കുറഞ്ഞു പോകും, ബ്രേക്ക് കിട്ട മാതിരിയാവും, അതുകൊണ്ട് മുടക്കാനേ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായാലും ഞങ്ങളെ താമസം ഓരോ കൊല്ലം ഓരോ ദിക്കിലായിട്ട് മാറ്റും. ഒരു കൊല്ലം ഒരു ചെറിയൊരു കോസറിമാരി പറയാം, പായെന്ന് വിറ്റ് ശേഷം അത് ചെറിയൊരു പെട്ടിയുണ്ട്, അത് ഇത് വേറെ. അപ്പോൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ബാലകൃഷ്ണനാണ് ഞങ്ങളുടെ ലീഡർ. ഒരു കമ്പിറാന്തലുണ്ട്, അതിൽ ലേശം ഉണ്ട്, അത് ലേശം ഇങ്ങനെ ആട്ടുകൊണ്ട് സർവത്ര പുകയാവും, കണ്ണ് കാണില്ല. എന്നിട്ട് ആ മനസ്സിലൊരു ഓരോരോ ഇത് വെച്ചിട്ട് ഞങ്ങൾ
കളരിയിലേക്ക് എത്തും. കളരിയിലെത്തിയ ഒഴിവുള്ള സ്ഥലം നോക്കിയിട്ട് ഒരൊറ്റ കിടപ്പാണ്. കാരണം ചെണ്ടയും മദ്ദളം ഒന്നിച്ചാണ് സാധകം. അത്രയേ ഉള്ളൂ. ശ്രീധരാശ വാസുണ്ണി നമ്പീശൻ അയാളാണ് മദ്ദളം. അപ്പോൾ അയാൾ ചിറ്റൊക്കെ ഇട്ടിട്ട് മദ്ദളം ഏറ്റി നിന്ന് കൊളത്തി ഇതൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളൊരു ഗണപതി കൈ കൊട്ടിയിട്ട് വേഗം എന്താ അതിൻ്റെ ഒരു നിമിഷത്തിൻ്റെ വില. കൊട്ടാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നുമില്ല. കർക്കിടക മാസം കാലത്ത് വേർക്കണം. വേർക്കാത്ത ഞാൻ ഒരു പാടക്കൈ ഒരു റൗണ്ട് വരുമ്പോഴേക്ക് തന്നെ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ കൊട്ടിൻ്റെ ഓടുള്ള ആസക്തി അത് പിന്നെ അത് കൊട്ടിക്കൽ എന്നിട്ട് ഒട്ടും ഇന്ന് വരെ മാറിയിട്ടില്ലേ. പിന്നെ 70കളിൽ സദനം ഹൈസ്കൂളും UP സ്കൂളും ഒക്കെ ഏതാണ്ട് കുറേ സമരങ്ങളുടെയൊക്കെ കാരണം കൊണ്ട് അതൊക്കെ പൂട്ടിയതിന് ശേഷമാണല്ലോ പ്രൊട്ടക്ഷനായിട്ട് വാസുവേട്ടനെ തിരുവനന്തപുരത്ത് കിട്ടുന്നത്. അത് വലിയ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി സുജി. ആ നേരത്തെ ഞങ്ങളുടെ സാധനത്തിൽ ഞാനും രാമേന്ദ്രനും ബാലകൃഷ്ണനും ഒക്കെ കുടുംബസമേതം താമസിച്ചിട്ടുണ്ട്. വാരഗുരുജി അപ്പുറത്ത്. അങ്ങനെ അപ്പം ഇത് പെട്ടെന്ന് ഒരു വളരെ മനഃപൂർവ്വം ചെയ്ത് 75 3 ക്ലാസ് 8, 9, 10 3 ക്ലാസ് 25 ടോട്ടൽ 75 കുട്ടികൾ വേണം. 2, 3 കുട്ടികളെ പിടിച്ച് വേറെ എവിടെയോ തടവിലിട്ടു. ഇതിൻ്റെ ഓഫീസർമാർ വരാൻ വേണ്ടി അവരെ കൊണ്ട് കാണിക്കുമ്പോൾ എണ്ണി നോക്കിയപ്പോൾ പെർ ഹെഡ് 73 ഉള്ളൂ. 74 ഒരു കുട്ടി, ഒരൊറ്റ കുട്ടിക്ക് ഒരു കുട്ടിയുടെ കുറവ് കാരണം സ്കൂളിന്റെ അഫിലിയേഷൻ ഡീഫങ്ക്ട് ചെയ്തു. അതിന്റെ റെക്കഗ്നേഷൻ റദ്ദാക്കി. റെക്കഗ്നേഷൻ എന്നല്ല, ഡീഫങ്ക്ട് ചെയ്തു. ഇതിനി പ്രവർത്തിക്കാനേ പാടില്ല, ഫങ്ഷൻ ചെയ്യാൻ പാടില്ല. അതാണ് ഡീഫങ്ക്ട്. അന്നത്തെ അതിൻ്റെ വാക്ക് എനിക്ക് ഓർമ്മയിടാൻ. എന്താ അപ്പം ഞാൻ കുറച്ച് ഓഫീസ് വർക്കൊക്കെ ചെയ്തിരുന്നു. ചന്ദ്രേട്ടനും വാരഗുരുജിയൊക്കെ വന്ന് അപ്പോൾ ശ്രീധരനാശാനും ഒക്കെ കുറേശ്ശെ എല്ലാവരും വ്യത്യാസം പകർപ്പ് എഴുതാനും അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ അതെടുക്കാനും എന്തെങ്കിലും 10ാം ക്ലാസ് പാസ്സായതല്ലേ എഴുതൂ, നല്ല കയ്യക്ഷരമാണല്ലോ. അങ്ങനെ വാരഗുരുജി പറഞ്ഞ് പിന്നെ കളരിയിൽ ശല്യാട്ടനത്തിന് അതിനും പോവും. കുമാരനാശാനും വാസവശാനുമുണ്ട്. അങ്ങനെ ഇത് പെട്ടെന്ന് ഇതങ്ങോട്ടില്ലാണ്ട് കഥകളി കളരി ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതെന്ത് പോസ്റ്റ് ബേസിക്കും ഇല്ല, ഒന്നുമില്ല. അപ്പം പിന്നെ ഖാദി മൈതാനം അവിടെ എന്താ ജപ്തി ചെയ്യുക, എന്തൊക്കെ ഉണ്ടായത് അറിയില്ല. ഇതിനോട് കൂടിയിട്ട് പലതും ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെയോ വീട്ടിൽ പോയി രാമേന്ദ്രൻ അപ്പോഴേക്കും ചെണ്ടയെന്ന് മന്നാഴാൻ പറഞ്ഞ് ഇവൻ്റെ മറി ശരിയല്ല, പറ്റില്ല, വേഗം വീട്ടിൽ പോയിക്കോട്ടെ. എന്തോ അറിയില്ല. കുമാരനാശാൻ ഒരൊറ്റ ആളാണ്. കുമാരനാശാനെ ശരണം എനിക്ക് ഇതില്ലാതെ എന്തെങ്കിലും മദ്ദളം പഠിക്കുമോ കുട്ടി? ഞാൻ മദ്ദളക്കാരനാക്കാൻ നോക്കുക. ഞാൻ പറയാം, ശ്രീധര ഇയാളെ മദ്ദളം പഠിപ്പിക്കൂ. അയാൾക്ക് ഒരു ഗതിയാവണ്ടേ. നോക്കുമ്പോൾ തൃക്കണ്ടിയൂർ എന്താ ശ്രീധര എന്ന് പറഞ്ഞ റോഡിൽ കൂടി കൈയിട്ട് നടന്നേരുന്ന കൂട്ടരാണ്. ഉണ്ടാകും. രാമേന്ദ്രൻ എന്നെക്കാട്ടിലും 1 വയസ്സ് കൂടും. പിന്നെ അവിടെ മാത്രമല്ലേ അതിന് തുളു മറ്റേത് മറിച്ച് കന്നഡ ഒരുവിധം പല ദിക്കിലും പോയിട്ട് വർക്ക് ചെയ്ത് വലിയ ദിക്കിലും ലോകപരിചയമുണ്ട്. അത് അന്നത്തെ അയാളുടെ വീട്ടുകാർ അങ്ങനെയായിരുന്നു. അവിടെ നിന്നൊക്കെ കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഏട്ടന്മാരുടെ പഠിത്തത്തിനുള്ള ഫീസ് അയച്ചു കൊടുത്തിരുന്നത്. അയാൾ 6ാം ക്ലാസ് വരെ പഠിച്ചത്, പഠിക്കാൻ 1ാം തരമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ വേണ്ടി വന്നു. അങ്ങനെ എല്ലാത്തൊരു ഇത്
പക്ഷേ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും പോസ്റ്റ് ബേസിക് സ്കൂള് ഈ ഒരു കുട്ടിയുടെ കുറവ് കാരണം അത് പൂട്ടി. അത് അങ്ങനെ കുറേ അതോടുകൂടിയാണ് സദനത്തിൻ്റെ ട്രെയിനിങ് സ്കൂള് പൂട്ടുന്നു, UP സ്കൂള് പൂട്ടുന്നു, ഇവിടുത്തെ ഖാദി പരിപാടികളെല്ലാം ക്ലോസ് ആവുന്നു. എന്തൊക്കെയായി ലേലത്തിന് വെക്കലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം എനിക്കറിയില്ല, ഞാൻ നാട്ടിലേക്ക് പോയിട്ട് പിന്നെ രാമേന്ദ്രൻ ഈ നാട്ടിലങ്ങനെ നിൽക്കണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ ഉത്സവകാലം വരുമ്പോൾ എന്നെ അങ്ങോട്ട് വൃശ്യമാസം 1 തലേ ദിവസം വൃശ്യം 15 ദിവസം പയ്യന്നൂർ ക്ഷേത്രത്തിലെ ആരാധനയാണ്. അപ്പോൾ കൊട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ സംക്രാന്തി മുതലൊക്കെ കൂടി ഇത് അപ്പോൾ തലേ ദിവസം എത്തണം. അങ്ങനെ രാമേന്ദ്രൻ്റെ ഞാനും രാമേന്ദ്രനും കൂടെ പോവാത്ത സ്ഥലങ്ങളില്ല. അവിടെ ആ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവനും പോയി. ആദ്യം മട്ടന്നൂരെത്തി നൃത്തം ആദ്യം കാണുന്ന അവിടെയുള്ള തിടമ്പ് നൃത്തം ആദ്യം കാണുന്നത് മട്ടന്നൂരാണ്. ശങ്കരൻ്റെ അച്ഛനാണ് എന്നെ കൂടെ നിർത്തിയിട്ട് കൊട്ടിച്ച്, നീ കൊട്ടിക്കോ, അതിന് കൊട്ടിയാൽ അങ്ങോട്ട് വരും, അത്ര തന്നെ ഉള്ളത്, നമ്മൾ കൊട്ടിയോ അയാളെ കളിപ്പിക്കും. അങ്ങനെയാണ് കൂടെ നിർത്തിയിട്ട് കൊട്ടിച്ച് രാമേന്ദ്രൻ നമ്മളെ നാട്ടിലുള്ള പൂജക്കൊട്ട് അതിൻ്റെ താളം സന്ധ്യയിലെ കൊട്ടി അകത്ത് പൂജയ്ക്ക് കൊട്ടിച്ചു. മട്ടന്നൂർ അങ്ങനെ എല്ലാ ദിക്കിലും ഇവിടെ ഒന്നും പാടില്ല പറഞ്ഞതിക്ക് അവിടെ യാതൊരു കുഴപ്പമില്ല. രാമേന്ദ്രനെ അറിയാലോ അതിൻ്റെ നമ്മളെ വേദന. അങ്ങനെ എല്ലാ ദിക്കിലും എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് കൊട്ടി കുറേ കഴിഞ്ഞ് എങ്ങനെയൊക്കെ വീട്ടിൽ വരും. വീട്ടിൽ കുറച്ച് കാശ് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാതിരിക്കുക. അപ്പോഴേക്ക് 65 എൻ്റെ 2ാമത്തെ കൊല്ലം അച്ഛൻ മരിച്ചു. അപ്പോൾ അതിൻ്റെ പകരം ജോലി കിട്ടും. അന്ന് അങ്ങനെ ആശ്രിതർക്ക് ജോലി കൊടുക്കാനുള്ള നിയമമൊന്നും വന്നിട്ടില്ല. പിന്നെ അങ്ങനെ ഇത് വന്നപ്പോൾ അപ്പോഴേക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കണം. അപ്പോൾ അതിൽ വേറെ ഒരു ഓഫീസർ വന്ന് എൻ്റെ അനിയത്തിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ മാരീഡാണെങ്കിൽ കിട്ടില്ല പറഞ്ഞു. അവൾ മാരീഡായിരുന്നു. അപ്പോൾ അനിയന് അവൻ നന്നായിട്ട് സ്കോളർഷിപ്പോട് കൂടിയൊക്കെ പഠിച്ചിരുന്ന അവന് ജോലി കിട്ടി. അവന് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ അവനങ്ങനെ മലപ്പുറത്തുകാരനായി